മറിയത്തിന്റെ സ്വർഗാരോപണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാമാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കുക. വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. സങ്കീർത്തനം 45:13-14. സ്വർണ്ണ കസവുടയാട ചാർത്തി വർണ്ണശബളമായ അങ്കി അണിയിച്ച് രാജകുമാരിയെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. യൂദത്ത് 13:18. മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. വെളിപാട് 12:1. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഉത്തമഗീതം 6:10. ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകൾ എന്തുന്ന സൈന്യത്തെ പോലെ ഭയപ്രദയുമായ ഇവൾ ആരാണ്? പ്രഭാഷകൻ 50:6-8. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ, വസന്തത്തിൽ പനിനീർ പൂവ് പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ അവൾ മഹത്വപൂർണയാണ്. പ്രഭാഷകൻ 24:17-20. മുന്തിരിച്ചെടി പോലെ എന്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. സുഭാഷിതം 8:35. എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പരിശുദ്ധ കൂദാശകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെയും നിരാകരിക്കുകയും തിരുസഭാ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിൽ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും മാനസാന്തരം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ. ആമേൻ.